ഈ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഈവനിങ് ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോകാനായിട്ട് പോവുകയാണ്. വേറെ അല്ല, നമ്മുടെ കോവളം സമുദ്ര ബീച്ചിലാണ്. വണ്ടിയൊക്കെ രാവിലെ തന്നെ വാഷ് ചെയ്ത് എല്ലാം നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇട്ട് വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അവർക്ക് റെഡി ആവാനുള്ള ടൈം കൊടുക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി എടുത്തിട്ട് 2-3 ദിവസമായി. നമുക്ക് നോക്കാം ഒറ്റയടിയിൽ സ്റ്റാർട്ടാവോ ഇല്ലയെന്ന്. ഓക്കെ അപ്പോൾ വണ്ടിയൊക്കെ സെറ്റാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടി കസ്റ്റം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. അതിനുള്ള സ്കേർട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഈ ഒരു കണ്ടീഷനിലാണ്. ഈ ടൈം കൊണ്ട് പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അവളൊന്നും എവിടെ പോകാൻ ഇറങ്ങിയാലും റെഡിയായി വന്നിട്ടുണ്ടാലും കാറിൻ്റെ ഫ്രണ്ടിലിരുന്നാലും നമുക്ക് രണ്ടൊരു പിക്ക് ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടേ പോകാറുള്ളൂ. എന്ത് ഭാഗ്യം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ റോഡിലില്ല. വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ തന്നെയാണ് പൊട്ടിയുടെ മെയിൻ പരിപാടി. ഇതിൻ്റെ ഇടയിൽ പൊട്ടി ഏതോ ഒരു കണ്ടൻറ്റ് റീൽ എടുക്കുന്നുണ്ട്. അത് നമ്മളെടുത്ത വീഡിയോയിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്ന് ഈവനിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് സമുദ്ര ബീച്ച്. മെയിൻ കോവളം ബീച്ച് പോലെയല്ല, റഷൊക്കെ കുറവാണ്, വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നല്ലൊരു കാമായിട്ടുള്ളൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അവിടെ ഇരുന്ന് നേരം വൈകിയതേ അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പൊട്ടിക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ എത്തിയിട്ടുണ്ട്. ചായയും കുടിച്ചും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, ബൈ.